തുടർന്നുകൊണ്ട് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു ആദ്യം വടി നിലത്തേക്കിടാനാണ് പറഞ്ഞത്. അതിൻ്റെ ശേഷമുണ്ടായ കാര്യങ്ങളാണ് തുടർന്നുകൊണ്ട് പറയുന്ന വഅദ്ഖിൽ യദക ഫീ ജൈബിക തഖ്റുജ് ബൈദാഅ മിൻ ഗൈരി സൂഇൻ ഫീ 9 ആയാത്തിൻ ഇലാ ഫിർഔന വഖൗമിഹി ഇന്നഹും കാനൂ ഖൗമൻ ഫാസിഖീൻ. വഅദ്ഖിൽ, നീ പ്രവേശിപ്പിക്കുകയും ചെയ്യുക. വഅദ്ഖിൽ, ഒരാളോട് നീ പ്രവേശിക്കുക എന്നെങ്ങനെ പറയാ? ഉദ്ഖുൽ, വദ്ഖുൽ എന്ന് പറയാപ്പോ. ഇത് വഅദ്ഖിൽ എന്നാണ്, രണ്ടും വ്യത്യാസമാണ്. ഖുർആൻ ഓതുമ്പോൾ ഒരാൾ വദ്ഖുൽ എന്ന് ഓതി അങ്ങനെ ഉണ്ടാവും. അതാണ് വിശുദ്ധ ഖുർആൻ പാരായണത്തിന് ഒരു ഫതഹോ കസ്റോ ഒക്കെ മാറിയാൽ വലിയ അർത്ഥ വ്യതിയാനം സംഭവിക്കും എന്ന് പറയുന്നത്. ഫലത്തിൽ ഇവിടെ നോക്കുമ്പോൾ വദ്ഖുൽ ഉള്ളിടത്തും അങ്ങനെ തന്നെയാണ് കാണുക. കാരണം അലിഫിന്റെ മുകളിൽ ഇവിടെ ഹംസ ഉണ്ട്, അവിടെയും ഹംസ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന നിലയ്ക്കൊരു കുഞ്ഞു സ്വാദാണ് കാണുക. ഉദ്ഖുൽ എന്ന് പറയുന്നിടത്തെ അവിടെ വസലിന്റെ ഹംസയുടെ അടയാളമായി കൊണ്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, പലർക്കും വരുന്നൊരു തെറ്റാണ് വദ്ഖുൽ യദകാന്ന് ഓതും. വഅദ്ഖിൽ യദക, നിന്റെ കൈ നീ പ്രവേശിപ്പിക്കുകയും ചെയ്യുക. യത് കൈ, യദക നിന്റെ കൈ നീ പ്രവേശിപ്പിക്കുകയും ചെയ്യുക. എവിടെ? ഫീ ജൈബിക, നിന്റെ കുപ്പായമാറിൽ. ശരിക്കും അതിന്റെ അർത്ഥം പിന്നെ ജൈബിന് കീറിയ സ്ഥലം എന്നാണ്, കീറപ്പെട്ട സ്ഥലം, അതിനാണ് എന്ത് പറയാ ജൈബ്. പണ്ട് പിന്നെ ഈ കുപ്പായത്തിന് ഈ ഭാഗത്ത് കീറിനെ അതിൻ്റെ ഉള്ളിലൂടെ കൈയിടുക, അതാണ് ഉദ്ദേശിക്കുന്നത്, ഉള്ളിലൂടെ കൈ കിടത്തുക. അദ്ഖിൽ യദക ഫീ ജൈബിക, അതാണ് കുപ്പായമാറ് എന്നാണ് മലയാളത്തിലൊക്കെ അതിനെ കൊടുക്കല്. കുപ്പായത്തിന്റെ മാറിന്റെ ഉള്ളിൽ കൂടെ കൈ പ്രവേശിപ്പിക്കാൻ പറഞ്ഞു. അദ്ഖിൽ, നീ പ്രവേശിപ്പിക്കുക. യദക, നിന്റെ കൈ. ഫീ ജൈബിക, നിന്റെ ഷർട്ടിന്റെ മാറിലൂടെ, നിന്റെ കുപ്പായ മാറിൽ നീ നിന്റെ കൈ പ്രവേശിപ്പിക്കുക. എന്നാലോ, എന്നിട്ട് നീ അത് പുറത്തേക്കെടുത്താൽ തഖ്റുജ്, തഖ്റുജ് അത് പുറത്തു വരും. തഖ്റുജ്, നിന്റെ കൈ പുറത്തു വരും. പുറത്തു വരും എന്ന് പറഞ്ഞാൽ അത് പുറത്തേക്ക് എടുക്കുക. അങ്ങനെ പുറത്തേക്ക് എടുക്കുമ്പോൾ തഖ്റുജ് അത് പുറത്തു വരും. വഅദ്ഖിൽ യദക ഫീ ജൈബിക തഖ്റുജ്, അത് പുറത്തു വരും, ആ കൈ പുറത്തു വരും. ഖറജ യഖ്റുജു, ഖറജ പുറത്തേക്ക് പോയി, പുറപ്പെട്ടു. യഖ്റുജു, അതിൽ നിന്നാണ് തഖ്റുജു. എങ്ങനെ പുറത്തു വരും? ബൈദാഅ, ബൈദാഅ നല്ല വെള്ള നിറത്തിൽ, തൂവെള്ള നിറത്തിൽ. ബൈദാഅ, അബിയദ് വെള്ള, ബൈദാഅ നല്ല തൂവെള്ള നിറമായി. മിൻ ഗൈരി സൂഇൻ, അല്പമെങ്കിലും ദൂഷ്യം കലരാത്ത വിധത്തിലുള്ള വെള്ള. മിൻ ഗൈരി സൂഇൻ, അല്പം പോലും സൂ, ഒരു ദൂഷ്യം, ഒരു ചീത്ത കലരാത്ത നിലക്കുള്ള വെള്ളയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ കൈ വെള്ളയാവും പറഞ്ഞാൽ പിന്നെ ഒരു ന്യൂനതായിട്ടല്ലത് പറയാം. വെള്ളപ്പാണ്ടിന് കയ്യിന് വെള്ളം ഉണ്ടാവില്ലേ? വെള്ളപ്പാണ്ടോ അതല്ലെങ്കിൽ ആ നിലക്കുള്ള ഏതെങ്കിലും ഒരു ന്യൂനതയായിക്കൊണ്ടോ പോരായ്മയായിക്കൊണ്ടോ ഉള്ള വെള്ളയല്ല, മറിച്ച് കാണുമ്പോൾ നല്ല മനോഹരമായ, നല്ല സൗന്ദര്യമുള്ള, പ്രകാശമാനമായ ഒരു പ്രത്യേകമായ കളറ് പ്രാപിച്ചുകൊണ്ടാണ് നിന്റെ കൈ എന്ത് ചെയ്യുക? പുറത്തേക്ക് വരിക. അതാണ് വഅദ്ഖിൽ യദക ഫീ ജൈബിക തഖ്റുജ് ബൈദാഅ മിൻ ഗൈരി സൂ, മിൻ ഗൈരി സൂഇൻ, ഒരു നിലക്കുള്ള ദൂഷ്യവും അതിൽ കലർന്നിട്ടില്ല, ആ നിലക്കത് പുറത്തേക്ക് വരും. പിന്നെ ഫീ 9 ആയാത്ത്, ഇത് ഫീ 9 ആയാത്തിൻ, 9 ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ദൃഷ്ടാന്തം എന്ന നിലക്കാണ് ഈ രണ്ടു പൈ പറഞ്ഞത്. ഫീ 9 ആയാത്തിൻ, 9 ദൃഷ്ടാന്തങ്ങളിൽ പെട്ട നിലക്ക്, 9 ദൃഷ്ടാന്തങ്ങളിൽ പെട്ട നിലക്ക് എന്നുള്ള രണ്ടെണ്ണമാണ് ഇപ്പോൾ പറഞ്ഞത്. ഫീ 9 ആയാത്തിൻ, 9 ദൃഷ്ടാന്തങ്ങളിൽ. ആരിലേക്കുള്ള ദൃഷ്ടാന്തങ്ങൾ? ഇലാ ഫിർഔന വഖൗമിഹി, ഫിർഔനിന്റെയും അവന്റെ ജനതയുടെയും അടുക്കലേക്കുള്ള 9 ദൃഷ്ടാന്തങ്ങളിൽ, ദൃഷ്ടാന്തങ്ങൾ എന്ന നിലക്കാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഫിർഔൻ വഖൗമിഹി, ഫിർഔനും അവന്റെ ആൾക്കാരും.
ഇന്നഹും കാനൂ ഖൗമൻ ഫാസിഖീൻ. ഇന്നഹും നിശ്ചയമായും അവർ, ഫിർഔനും അവൻ്റെ ജനതയും, കാനൂ അവർ ആയിരുന്നു ഖൗമൻ ഫാസിഖീൻ ദുർനടപ്പുകാരായ തെമ്മാടികളായ ഒരു ജനതയായിരുന്നു അവർ. ഫാസിഖ് തെമ്മാടി, ദുർനടപ്പുകാരൻ. ഫിസ്ഖ് തെമ്മാടിത്തം, ദുർനടപ്പ്. ഇന്നഹും നിശ്ചയമായും കാനു അവർ ആയിരുന്നു ഖൗമൻ ഫാസിഖീൻ ദുർനടപ്പുകാരായ താന്തോന്നികളായ ഒരു ജനതയായിരുന്നു.